പിറ്റേന്ന് രാവിലെ നടുമുറ്റത്തിരുന്ന് ശിവാനിയുടെ മുടി ചീകി ഒതുക്കി കൊടുക്കുവാണ് വനജ. രണ്ടുപേരും തമ്മിൽ കാര്യമായി എന്തൊക്കെയോ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ കുറച്ചപ്പുറം നിന്ന് ലക്ഷ്യം ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ ലാപ്പിൽ കാര്യമായി എന്തോ വർക്ക് ചെയ്യുകയാണ്. അതിനിടയിൽ വായുനോട്ടം കൂടി നടക്കുന്നുണ്ട്. ഇപ്പം അങ്ങനെയാണ്, അമ്മക്ക് തന്നേക്കാൾ പ്രിയം മരുമോളെയാണ്. അതിലവന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ ആ മുടിയുടെ ഭംഗി കണ്ടതും അവന് കണ്ണെടുക്കാൻ തോന്നിയില്ല. അവൻ്റെ ആ നോട്ടം ശിവാനി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഏതു നേരവും വായി നോക്കി നിന്നോളും. ശിവാനി അതും മനസ്സിൽ പറഞ്ഞു മുഖം തിരിച്ചു. അപ്പോഴാണ് ലക്ഷ്മണരികിലേക്ക് നമ്മുടെ യങ് ജനറേഷൻ പിള്ളേരൊക്കെ വരുന്നത്. അച്ചുവേട്ടാ, മിഥുൻ്റെ വിളി കേട്ട് ലക്ഷ്മൺ മൂളി. അതെ, നമുക്ക് ഉത്സവത്തിന് ഒരു നാടകം അവതരിപ്പിച്ചാലോ? നിങ്ങൾക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ? പോയി രണ്ടക്ഷരം പഠിക്കാൻ നോക്ക്. ലാപ്പിൽ നിന്നും മുഖമുയർത്താതെയുള്ള ലക്ഷ്യൻ്റെ മറുപടി കേട്ട് എല്ലാവരുടെയും മുഖം മങ്ങി. അച്ചുവേട്ടാ, ചേട്ടൻ ഹീറോ, ഏട്ടത്തി ഹീറോയിൻ. ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും സൈഡ് റോൾ തന്നാൽ മതി. അത് കേട്ടതും ലക്ഷ്മല്ലേ അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു, അല്ല, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അത് അച്ചുവേട്ടാ, നമ്മൾ പുരാണത്തിലെ ഏതെങ്കിലും ഒരു കഥ എടുത്ത് നാടകരൂപത്തിൽ അവതരിപ്പിക്കുന്നു. മിഥുൻ പറഞ്ഞത് കേട്ടതും ആകാശ് ചാടിക്കയറി പറഞ്ഞു, എന്നാൽ നമുക്ക് ബാഹുബലി 2 ചെയ്യാം. അച്ചുവേട്ടൻ അമരേന്ദ്ര ബാഹുബലി, ശിവാനേട്ടത്തി ദേവസേന, ഞാൻ കട്ടപ്പയായിക്കോളാം. എന്നാൽ ഞാൻ ബല്ലാല ദേവ, അരുൺ ഇടയിൽ കയറി പറഞ്ഞു. എന്നാൽ ഞാൻ ശിവഗാമി ദേവിയാവും, ഇത്രയും വിട്ടുകൊടുത്തില്ല. നീ അതും ശിവഗാമി ദേവി, ഒന്ന് പോയേടി. ആകാശ് അവളെ പുച്ഛിച്ച് തള്ളി. ശിവഗാമി ദേവിയായി വനജാന്തി മതി. അവന്തിക, നീ അവന്തിക തന്നെ ആയിക്കോ. മിക്കവാറും മഹേന്ദ്ര ബാഹുബലിയും അച്ചുവേട്ടൻ തന്നെ ആയിരിക്കും. ദേവസേനയോ അവന്തികയോ ആരാ ബെസ്റ്റ് പേരെന്ന് നോക്കാലോ, അരുൺ പറഞ്ഞു. ഇതൊക്കെ കേട്ട് കിളിപ്പോയി നിൽക്കുവാണ് ലക്ഷ്യം. ഒന്ന് നിർത്തുന്നുണ്ടോ? ഒരു ബാഹുബലി 2 അമ്പലത്തിൽ ഇതുപോലുള്ള നാടകമാണോടാ നടത്തുക? മിഥുൻ അവരെ ശകാരിച്ചു. എന്നാൽ നമുക്ക് KGF ചാപ്റ്റർ 2 ചെയ്താലോ? ആകാശ് പറഞ്ഞത് കേട്ടതും മിഥുൻ അവനെ ദഹിപ്പിച്ച് നോക്കി. എല്ലാവരും ഒന്ന് പോയി, തലയിരിക്കുമ്പോൾ വാലാടണ്ട. ഇവിടെ തീരുമാനം എടുക്കാനേ മുതിർന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് പറ്റിയ വല്ല റോളുണ്ടെങ്കിൽ അറിയിക്കൂ, ഇപ്പം ചെല്ലി എന്നും പറഞ്ഞ് അവൻ അവരെ പറഞ്ഞയച്ചു. ലക്ഷ്മിയെ നോക്കിയപ്പോൾ ലക്ഷ് അവനോടായി ചോദിച്ചു, അല്ല, ഈ മുതിർന്ന ആൾ എന്ന് പറയുന്നത് കേട്ടല്ലോ, നീയാണോ ആൾ? ഹേയ്, ഞാനല്ല, അച്ചുവേട്ടൻ. പിന്നെ അവരെക്കാളും മുതിർന്ന ആളാണല്ലോ ഞാൻ, അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അല്ല, ചേട്ടനൊന്നും പറഞ്ഞില്ല. എടാ, ഇക്കാര്യത്തിലേ എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ല. ദേ അവിടെ പോയി സോപ്പിട്ട് നോക്ക്. എന്നാൽ ഞാൻ ഓക്കെ. ലക്ഷ് അതും പറഞ്ഞ് തൻ്റെ ജോലി തുടർന്നു. മിഥുൻ ശിവാനിയുടെ അരികിൽ ചെന്ന് കയ്യും കാലും പിടിക്കുന്നത് കണ്ടതും ലക്ഷ്മി ചിരി വന്നു പോയി. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അച്ഛനോടും ശ്രാവണിനോടും ഫോണിൽ സംസാരിച്ചിട്ടേ ശിവാനി ഉറങ്ങാറുള്ളൂ. അങ്ങനെ പതിവ് പോലെ ഫോണിൽ സംസാരിക്കാൻ ബാൽക്കണിയിലേക്ക് ചെന്ന ശിവാനിയെ കാണാനിട്ടാണ് ലക്ഷ് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോഴാണ് ഫോൺ കയ്യിൽ പിടിച്ച് വിഷമിച്ചിരിക്കുന്ന ശിവാനിയെ അവൻ കാണുന്നത്. അവളുടെ കണ്ണൊക്കെ കലങ്ങിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ അവന് മനസ്സിലായി കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. അവളുടെ അരികിൽ വന്നിരുന്നു. അവൻ വന്നതൊന്നും അവൾ അറിഞ്ഞതേയില്ല. അവൻ അവളുടെ കയ്യിൽ പതിയെ തൊട്ടുകൊണ്ട് വിളിച്ചു, ശിവാനി. അവൻ്റെ സ്വരം അന്നേരം ആർദ്രമായിരുന്നു. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. നീ ഇവിടെ എന്തെടുക്കുക? ഒന്നുമില്ല, അവൾ അതും പറഞ്ഞ് ഒഴിഞ്ഞു മാറി. നീ കരഞ്ഞായിരുന്നോ? ശിവാനി ഒന്നും മിണ്ടിയില്ല. അവൾ മുഖം തിരിച്ചിരുന്നു. പറ ശിവാനി എന്നും പറഞ്ഞവൻ അവളുടെ മുഖം തനിക്ക് അഭിമുഖമായി തിരിച്ചതും അവൾ ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. ലക്ഷ്യ ശിവാനിയെ ചേർത്ത് പിടിച്ചു. അവളുടെ കരച്ചിൽ ഒന്നടങ്ങുന്നത് വരെ അവനൊന്നും മിണ്ടിയതേയില്ല. കുറച്ചു നേരം അങ്ങനെ നിന്നു. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന ശിവാനി അവനിൽ നിന്നും അകന്നു മാറി കുറച്ച് നീങ്ങിയിരുന്നു. അത് ഞാൻ അറിയാതെ. ശിവാനി അവൻ്റെ മുഖത്ത് നോക്കാതെ തപ്പിത്തടഞ്ഞു. അറിയാതെ ആയാലും അറിഞ്ഞുകൊണ്ടായാലും ഞാൻ ഹാപ്പിയാ. അതൊക്കെ പോട്ടെ, എന്തിനാ ഇയാൾ കരഞ്ഞത്? അത് പിന്നെ അച്ഛൻ. ശിവാനി വീണ്ടും വാക്കുകൾ പെരുക്കിയെടുക്കാൻ തുടങ്ങി. പറയേണ്ട ശിവാനിക്കുട്ടിയെ എന്നും പറഞ്ഞ് അവൻ അവളുടെ താടി പിടിച്ച് കൊഞ്ചിച്ചതും അവൻ അവളെ ഒന്ന് നോക്കി. പക്ഷെ എപ്പോഴത്തെയും പോലെയുള്ള തുറച്ചു നോട്ടല്ലായിരുന്നു, കുറച്ച് മയത്തോടെയുള്ള ഒരു നോട്ടായിരുന്നു അത്. ഓക്കെ, ഇനി എന്നെ നോക്കി പേടിപ്പിക്കാമെന്ന് നിൽക്കണ്ട. നമുക്കേ കുട്ടി വേണ്ടെന്ന് വെക്കാം. അത് കേട്ട ശിവാനി ഒന്ന് മുഖം ചുളിച്ചു. എൻ്റെ പൊന്നെ, ഞാൻ പറഞ്ഞത് ശിവാനിക്കുട്ടി എന്ന് വിളിച്ചത് ഇഷ്ടമായില്ലെങ്കിൽ വെറും ശിവാനി എന്ന് വിളിച്ചോളാന്ന്, അല്ലാതെ ഞാൻ മറ്റേ കുട്ടി വേണ്ടെന്ന് വെക്കില്ല കേട്ടോ. അത് കേട്ടതും അവൾ എഴുന്നേറ്റ് പോകാനൊരുങ്ങി. അവളുടെ കൈ പിടിച്ചു നിർത്തി തൻ്റെ മടിയിൽ ഇരുത്തിയതും അവൻ അവളെ ഒന്ന് നോക്കിപ്പോയി. അന്നേരം അവൻ്റെ കണ്ണുകളിൽ വിരിയുന്ന ഭാവം എന്താണെന്നറിയാതെ ശിവാനി മിഴികൾ താഴ്ത്തി. ഇതാണ് എൻ്റെ ശിവാനി. അല്ലാതെ ഇങ്ങനെ കരഞ്ഞും മൂക്കി പിഴിഞ്ഞും അയ്യേ നിനക്കൊട്ടും ചേരുന്നില്ല. എൻ്റെ കൂടെ കട്ടക്ക് പിടിച്ചു നിൽക്കണ്ടേ? അവളുടെ കാതോരം ലക്ഷ് പതിയെ പറഞ്ഞു.
ശിവാനി അവനെ അന്നേരം നോക്കിയതും ഇരുവരുടെയും മിഴികൾ തമ്മിൽ ഒരു നിമിഷം കൊരുത്തു. ഒരുതരം പിഴച്ചിലൂടെ ശിവാനി നോട്ടം മാറ്റിയതും ലക്ഷ്യന്റെ ചുണ്ടിൽ ശിവാനിക്കായി പ്രണയത്തിൽ ചാലിച്ചൊരു ചിരി വിരിഞ്ഞു. ഇനി പറ, എന്താ പറ്റിയത്? വീട്ടിൽ അച്ഛന് നല്ല സുഖമില്ലെന്ന്. 2 ദിവസമായത്രേ. എന്തോ ഒരു അസ്വസ്ഥത. ഉറങ്ങാൻ പോലും പറ്റണില്ലെന്നാ ശ്രാവൺ പറഞ്ഞത്. അച്ഛനെ കാണണോ? ലക്ഷ്യന്റെ ആ ചോദ്യം കേട്ടതും ശിവാനി വിശ്വാസം വരാതെ അവനെ നോക്കി. പറ ശിവാനി, വീട്ടിൽ പോയി അച്ഛനെയും ശ്രാവണിനെയും കാണണമെന്ന് തോന്നുന്നുണ്ടോ? അവൾ പതിയെ മൂളി. എന്നാൽ നാളെ രാവിലെ തന്നെ പോയേക്കാം അല്ലേ? അത് കേട്ട ശിവാനി വീണ്ടും അവനെ ഒന്ന് നോക്കി. സത്യം, നമുക്ക് നാളെ വെളുപ്പിനെ ഇവിടെ നിന്ന് ഇറങ്ങാം. ഇവരോടൊക്കെ ഞാൻ എന്തേലും പറഞ്ഞോളാം. എന്നിട്ട് അച്ഛനെ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് നമുക്ക് അന്ന് തന്നെ തിരികെ മടങ്ങണം കേട്ടോ. കാരണം ഉത്സവത്തിന് ഇനി ദിവസങ്ങളല്ലേ ഉള്ളൂ. അതിനിടയിൽ മാറി നിന്നാൽ മുത്തശ്ശിക്ക് ഇഷ്ടമായെന്ന് വരില്ല. പിന്നെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടുന്ന് പലരും വരാൻ ചാൻസ് ഉണ്ട്. അത് ശരിയാവില്ല. ഗൗതമനോട് മാത്രം പറയാം അല്ലേ? എന്നാൽ ശിവാനി പെട്ടെന്ന് പോയി കിടന്നോളൂ, രാവിലെ എഴുന്നേൽക്കാനുള്ളതല്ലേ എന്നും പറഞ്ഞു ലക്ഷ് അവളുടെ കവിളിൽ തട്ടി അവിടെ നിന്ന് പോയതും ശിവാനി കുറച്ചു നേരം വിശ്വാസം വരാതെ അവിടെ ഇരുന്നു പോയി. എന്നിട്ട് സ്വയം കയ്യിലൊന്ന് നുള്ളി ഇത് സ്വപ്നമല്ല എന്ന് ഉറപ്പ് വരുത്തി. ഈ മനുഷ്യൻ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എൻ്റെ കൃഷ്ണ. ചിലപ്പോൾ ഇതുപോലെ ഓരോന്ന് ചെയ്ത് മനുഷ്യൻ്റെ മനസ്സ് തന്നെ മാറ്റിക്കളയും. ചിലപ്പോൾ എടുത്ത് കിണക്കിലിടാൻ തോന്നും. ഓരോ നേരത്ത് ഓരോ സ്വഭാവം. ആഞ്ഞൊരു ശ്വാസം വലിച്ച് അവൾ കിടക്കാനായി മുറിയിലെത്തി. എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് ഉറങ്ങാനേ പറ്റിയില്ല. നേരത്തെ ലക്ഷ്യൻ്റെ കണ്ണുകളിൽ അവൾക്ക് കാണാൻ പറ്റിയിരുന്നു അവളോടുള്ള പ്രണയത്തിൻ്റെ ആഴം. ആ കണ്ണുകൾ ഇന്ന് അവളുടെ ഉറക്കം നഷ്ടപ്പെടുത്തി. കൂടെ നാളെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ത്രില്ലും. എങ്ങനെയും അവൾ നേരം വെളുപ്പിച്ചു. അങ്ങനെ വെളുപ്പിന് 5 മണിക്ക് ഇരുവരും അവിടെ നിന്ന് ഇറങ്ങി. വണ്ടിയിലിരിക്കുമ്പോൾ ലക്ഷ്യൻ്റെ നോട്ടം മുഴുവനും തന്നിലാണെന്ന് തിരിച്ചറിഞ്ഞ ശിവാനി അവനെ ശ്രദ്ധിക്കാതെ നോട്ടം മാറ്റിക്കളഞ്ഞു. വണ്ടി മുന്നോട്ട് കുതിച്ചു പോയിക്കൊണ്ടിരുന്നു. അതിനനുസരിച്ച് സ്റ്റീരിയോയിലൂടെ പ്രണയഗാനങ്ങൾ ഉയരുന്നുണ്ട്. വഴിയോരത്ത് തട്ടുകടയ്ക്ക് മുന്നിൽ നിർത്തി ലക്ഷ് ചൂട് ചായ അവൾക്ക് നേരെ നീട്ടുമ്പോൾ അവൾ ഒരു പുഞ്ചിരിയോടെ അത് വാങ്ങി ആസ്വദിച്ച് കുടിക്കാൻ തുടങ്ങി. ഇടയ്ക്കിടെ നോട്ടം ചായക്കടക്കാരനോട് എന്തൊക്കെയോ മിണ്ടിയും പറഞ്ഞ് കോഫി കുടിക്കുന്ന ലക്ഷിലേക്ക് എത്തുന്നുണ്ട്. വണ്ടി വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. 10 മണി ആകുമ്പോഴേക്കും ഇരുവരും ശിവാനിയുടെ വീട്ടിൽ എത്തിച്ചേർന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നേരം ലക്ഷ് അവളുടെ കയ്യിൽ പിടിച്ചതും അവൾ തിരിഞ്ഞു നോക്കി. ആ താലി അകത്തിട്. അത് കേട്ടതും ഒന്ന് മൂളിക്കൊണ്ട് ശിവാനി പെട്ടെന്ന് താലിമാല ഡ്രസ്സിനുള്ളിലായി ഒളിപ്പിച്ചു വെച്ചു. വണ്ടിയുടെ ശബ്ദം കേട്ടതും ശ്രാവൺ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ശിവാനിയെ കണ്ടതും ശ്രാവൺ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. ശ്രാവണിനെ കണ്ടതും അവളുടെ കണ്ണു നിറഞ്ഞു. അവൻ്റെ മൂർധാവിൽ സ്നേഹചുംബനം ചാർത്തി. ഇരുവരുടെയും സ്നേഹപ്രകടനങ്ങൾ ലക്ഷ് നോക്കി നിന്ന് പോയി. തൻ്റെ അരികിലേക്ക് വരുന്ന ലക്ഷ്മിയെ കണ്ടതും ശ്രാവൺ സംശയത്തോടെ നോക്കി. സാർ എന്താ ഇവിടെ? അത് ഞാൻ കുറച്ച് നാളെ ശിവാനി വർക്ക് ചെയ്യുന്ന ഓഫീസിലായിരുന്നു. ഇന്നലെയാണ് ശിവാനി അച്ഛന് നല്ല സുഖമില്ല, ലീവെടുത്ത് പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നത്. ഞാനാണെങ്കിൽ ഇന്ന് ഇങ്ങോട്ട് മടങ്ങാനിരുന്നതുമാണ്. അപ്പോൾ ഞാനാ ശിവാനിയോട് പറഞ്ഞത് ഒരുമിച്ച് പോവാന്ന്. ലക്ഷ്യം എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ഇതേ കാര്യം തന്നെയാണ് അച്ഛനോടും അവൻ പറഞ്ഞത്. അവളുടെ അച്ഛന് തൻ്റെ മകളോടും ലക്ഷ്യനോടുള്ള വിശ്വാസമാവാം. ആ അച്ഛൻ്റെ മുഖം അന്നേരം കരക്കുകയോ മറുത്തൊരു ചോദ്യമോ ഉയർന്നില്ല. ശിവാനിയെ കണ്ടതും അച്ഛൻ്റെ പകുതി അസുഖം ഭേദമായതുപോലെയായിരുന്നു. അത്രയ്ക്കും സന്തോഷം ആ അച്ഛൻ്റെയും മകളുടെയും മുഖത്ത് നിന്ന് കാണാൻ പറ്റുമായിരുന്നു. ലക്ഷ്യൻ്റെ കൂടെ തന്നെയാണ് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഡോക്ടറെ കാണിച്ചു വേണ്ട ടെസ്റ്റൊക്കെയും ചെയ്ത് എല്ലാ കാര്യത്തിലും ഓടി നടന്ന് ലക്ഷ്യനെ കണ്ടതും ശിവാനിയും ശിവാനിയുടെ അച്ഛനും നോക്കി നിന്ന് പോയി. തൻ്റെ സ്റ്റാറ്റസും പദവിയും ഒന്നും നോക്കാതെ ഒരു സാധാരണക്കാരനെ പോലെ ഒരു മകൻ്റെ ഉത്തരവാദിത്തത്തോടെ അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തു. ലക്ഷ്യൻ്റെ വണ്ടി ടൗണിലൂടെ ചുറ്റിക്കറങ്ങുന്നത് ലക്ഷ്യൻ്റെ അച്ഛൻ മഹാദേവൻ കണ്ടിരുന്നു. അതിനകത്ത് ഇരിക്കുന്ന ആൾക്കാരെ കണ്ടതും മഹാദേവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. തിരികെ വരുമ്പോൾ ഭക്ഷണവും കഴിച്ച് അച്ഛൻ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളൊക്കെയും വാങ്ങിച്ചു. വണ്ടിയിലിരിക്കുമ്പോൾ അച്ഛനോട് വാതോരാതെ സംസാരിക്കുന്ന ലക്ഷ് ശിവാനിക്ക് ഒരു അത്ഭുതമായി മാറി. അപ്പോഴും തനിക്ക് നേരെ പാറി വീഴുന്ന അവൻ്റെ നോട്ടം അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും മനഃപൂർവ്വം അത് കണ്ടില്ലെന്ന് നടിച്ചു. ഇടയ്ക്കിടെ മിററിൽ കൂടി പിറകിലിരിക്കുന്ന ആളെ ശ്രദ്ധിക്കുന്ന ലക്ഷിനെ കണ്ടതും ആ അച്ഛൻ്റെ മനസ്സിൽ ഒരേ സമയം സന്തോഷവും ആദിയും നിറഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് മടങ്ങുമ്പോൾ സന്ധ്യ ആവാറായിരുന്നു. അന്ന് തന്നെ മടങ്ങണം എന്നോർത്തപ്പോൾ ശിവാനിയുടെ മുഖം വാടി. അതുകണ്ട് ലക്ഷ് നാളെ രാവിലെ പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ശിവാനി എന്നാൽ താൻ പോയിട്ട് നാളെ രാവിലെ വരാം എന്നും ശിവാനിയോട് പറഞ്ഞതും അവൾ തലയനക്കി. അവനാണെങ്കിൽ അവളെ വിട്ടുപോവാൻ മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അതല്ലാതെ പറ്റില്ലല്ലോ. എന്ത് പറഞ്ഞു താനിവിടെ താമസിക്കും? ഇപ്പം തന്നെ അവരുടെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നിരിക്കാമെന്ന് ലക്ഷ്യം അറിയായിരുന്നു. അച്ഛനോട് യാത്ര പറഞ്ഞു പോവാന്ന് കരുതിയ ലക്ഷ് അച്ഛൻ്റെ മുറിയിലെത്തി. യാത്ര പറഞ്ഞു പോവാൻ നേരം അച്ഛൻ പറഞ്ഞു, ചോദിക്കുന്നത് കൊണ്ട് മോനൊന്നും തോന്നരുത്. ചെയ്തു തന്ന സഹായങ്ങൾ അറിയാനിട്ടുമല്ല, എന്നാലും ഒരച്ഛൻ്റെ ആദി കൊണ്ട് ചോദിക്കുവാണ്.
എൻ്റെ മോളോട് ശരിക്കും ഇഷ്ടം തോന്നിയിട്ട് തന്നെയാണോ ഇങ്ങനെയൊക്കെ? അത് കേട്ട് ലക്ഷ് ഒന്ന് ഞെട്ടി. അവൻ ആ മനുഷ്യൻ്റെ കരം കവർന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് തന്നേക്കോ, ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. ഒരു കുറവും അറിയിക്കില്ല. ഒരിക്കലും വിഷമിപ്പിക്കാതെ നോക്കിക്കോളാം. അവൾക്കറിയാം എൻ്റെ സ്നേഹം. പക്ഷേ അവൾ എൻ്റെ സ്നേഹം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അതിന് അവളുടെ മുന്നിൽ എന്തൊക്കെയോ കാരണങ്ങളും. അത്രയ്ക്കും ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയെല്ലാം. അല്ലാതെ ഞാൻ അവളെ ഒരിക്കലും ചതിക്കില്ല. ഇതെൻ്റെ വാക്കാണ്. കൂടെ എനിക്കൊരു അച്ഛനെയും ഒരു അനിയനെയും കൂടി കിട്ടുമല്ലോ. മനസ്സറിഞ്ഞ് പറയുന്നതാ. അത് കേട്ട് അച്ഛൻ അവനെ ഇറുകെ പുണർന്നു. എടുത്തോ, നീ എടുത്തോ അവളെ. അവൾക്ക് ഇതിനേക്കാൾ നല്ലൊരുത്തനെ ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരാനാ? എൻ്റെ ഈ അസുഖം ഒന്ന് കുറഞ്ഞോട്ടെ. എൻ്റെ മോളുടെ കല്യാണം നാടറിഞ്ഞ് നടത്തണം എന്നതേ എൻ്റെ സ്വപ്നമാണ്. അതിനുവേണ്ടി ഞാൻ ചിലത് കരുതി വെച്ചിട്ടുണ്ട്. അതുവരെ മോനൊന്ന് ക്ഷമിക്കുക എന്ന് പറഞ്ഞതും ലക്ഷ് ഒരു ചിരിയോടെ തലയനക്കി. അങ്ങനെ അച്ഛനോട് സംസാരിച്ച് മുറിക്ക് പുറത്തിറങ്ങുമ്പോഴാണ് ശിവാനി കണ്ണു നിറച്ച് അവിടെ നിൽക്കുന്നത് ലക്ഷ് കാണുന്നത്. കണ്ണു നിറച്ച് അപ്പുറത്തെ മുറിയിലേക്ക് ഓടിപ്പോകുന്നവളുടെ പിറകെ അവനും പോയി. ശിവാനി മുഖം തിരിഞ്ഞു നിൽക്കുന്നവളുടെ തോളിൽ പിടിച്ച് വിളിച്ചതും നിറഞ്ഞ മിഴികളോടെ അവൾ അവനെ നോക്കി. എന്തിനാ അച്ഛന് വേണ്ടാത്ത പ്രതീക്ഷകളും മോഹങ്ങളും ഒക്കെ കൊടുക്കുന്നത്? വേണ്ടാത്ത മോഹങ്ങളോ? ആര് പറഞ്ഞു നമ്മുടെ കല്യാണം വേണ്ടാത്ത മോഹമാണെന്ന്? ഞാൻ അച്ഛന് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. അത് സാറ് മാത്രം തീരുമാനിച്ചാൽ മതിയോ? തൽക്കാലം മതി. ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല. നിന്റെ അച്ഛൻ്റെ സമ്മതം കിട്ടി, ഇനി അത് മതി എനിക്ക്. അപ്പോൾ എനിക്ക് സമ്മതമാവണ്ടേ? എനിക്ക് സാറിനെ കല്യാണം കഴിക്കാൻ സമ്മതമല്ല. എത്രയോ പ്രാവശ്യം ഞാനത് പറഞ്ഞതുമാണ്. എനിക്ക് സാറിന് ഇഷ്ടമല്ല. എനിക്ക് സാറിനെ സ്നേഹിക്കാൻ പറ്റില്ല. എനിക്ക് സാറിനോട് വെറുപ്പാണ്. ശിവാനി കടുപ്പിച്ച് പറഞ്ഞു. ശിവാനി അത്രയ്ക്കും വെറുക്കാൻ ഞാൻ എന്ത് തെറ്റാ ശിവാനിയോട് ചെയ്തത്? ഞാൻ അത്രയ്ക്കും കൊള്ളരുതാത്തവനാണോ ശിവാനി? പറ. ഞാനൊരു പെണ്ണിനോട് മാത്രമേ മോശമായി പെരുമാറിയിട്ടുള്ളൂ. ഒരു പെണ്ണിനെ മാത്രമേ ഞാൻ കരയിപ്പിച്ചിട്ടുള്ളൂ. ഒരു പെണ്ണിനെ മാത്രമേ ഞാൻ തൊട്ടിട്ടുള്ളൂ. ഒരു പെണ്ണിനെ മാത്രമേ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ. അത് നീയാണ് ശിവാനി, നീ മാത്രം. ആദ്യം എനിക്ക് നിന്നോട് വാശിയായിരുന്നെങ്കിലേ ഇപ്പം എനിക്ക് നീയില്ലാതെ പറ്റില്ല. ഇപ്പം തന്നെ എന്തുമാത്രം വേദനയോടെയാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. നീ അല്ലാതെ മറ്റൊരു പെണ്ണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ശിവാനി, അത് ഉറപ്പാണ്. സർ പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്ക്. എന്നെ സ്നേഹിച്ച സാറിന് പലതും നഷ്ടപ്പെടും. അതെന്താ ചിന്തിക്കാത്തത്? ഇനഫ് ശിവാനി, ഇനഫ്. ഇതെനിക്ക് കേട്ട് കേട്ട് മടുത്തു. കേൾക്കണം സർ, സർ കേട്ടേ പറ്റൂ. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം എങ്ങനെയായിരുന്നു എന്ന് സാറിനറിയോ? ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിൻ്റെ വേദന കണ്ടു വളർന്നവളാണ് ഞാൻ. എൻ്റെ അച്ഛൻ അമ്മയെ സ്നേഹിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഇന്നും അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും കുടുംബവും ഒന്നുമില്ലാതെ ജീവിക്കുകയാണ് എൻ്റെ അച്ഛൻ. എൻ്റെ അമ്മ മരിച്ച സമയത്ത് പോലും എൻ്റെ അമ്മയുടെ വീട്ടുകാർ തിരിഞ്ഞു നോക്കിയില്ല. ശ്രാവണൻ്റെ ജന്മത്തോടെയാണ് അമ്മ മരിച്ചത്. ചോരക്കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ അച്ഛൻ അമ്മയുടെ ചെതുക്ക് തീ കൊളുത്തുമ്പോൾ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാ എൻ്റെ അച്ഛൻ്റെ അവസ്ഥ ഞങ്ങൾ മക്കൾക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലെന്ന്. എൻ്റെ അച്ഛൻ വീണെടുത്ത് നിന്ന് കൈ പിടിച്ച് നിർത്താൻ വരെ ഒരു മനുഷ്യക്കുഞ്ഞ് പോലും ഉണ്ടായിട്ടില്ല. സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ വെക്കേഷൻ സമയത്ത് കൂട്ടുകാരികൾ ബന്ധുക്കളുടെ വീട്ടിലും അച്ഛൻ്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലും പോയതിൻ്റെ കഥയൊക്കെ പറയുമ്പോൾ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്കും ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. എൻ്റെ അച്ഛനെ പോലെ നിങ്ങളെയും ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ശിവാനി ഇത്രയേ ഉള്ളൂ? ഞാൻ ശരിക്കും പേടിച്ചു കേട്ടോ. എടി നമ്മുടെ കൂടെ നിൻ്റെ അച്ഛനില്ലേ, എൻ്റെ അമ്മയില്ലേ, അമ്മയുടെ വീട്ടുകാരൻ മുഴുവനുമില്ലേ, പിന്നെ എന്തിനും ഏതിനും തയ്യാറായി നമ്മുടെ ഗൗതമില്ലേ, പിന്നെ എൻ്റെ അച്ഛനെ വിലക്കി എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ബാക്കിയുള്ളവരെ വീട് അവരെ നമുക്ക് ആവശ്യമില്ല. നിൻ്റെ അച്ഛൻ്റെ അവസ്ഥയോ നിങ്ങൾ മക്കളുടെ അവസ്ഥയോ എനിക്കോ എൻ്റെ കുഞ്ഞുങ്ങൾക്കോ ഉണ്ടാവില്ല. ഐ ആം ഷുവർ ശിവാനി. ഇനി അതോർത്ത് എൻ്റെ ശിവാനിക്കുട്ടി മനസ്സ് വേദനിപ്പിക്കണ്ട. മനസ്സിൽ നിന്ന് വേണ്ടാത്ത ചിന്തകളൊക്കെ ഒഴിവാക്കി നിൻ്റെ കണ്ണേട്ടനെ മാത്രം സ്വപ്നം കണ്ട് ഉറങ്ങിക്കോളൂ. ഞാൻ നാളെ രാവിലെ വരാം. എൻ്റെ ഹൃദയം ഞാൻ ഇവിടെ വെച്ചിട്ട് പോവുകയാണ്. സൂക്ഷിച്ച് വെച്ചേക്കണം കേട്ടോ. നാളെ രാവിലെ തന്നാൽ മതി. സർ ഞാൻ പറയുന്നത്. ശിവാനി എന്തോ പറയാൻ വന്നതും അവൻ അവളുടെ ചുണ്ടിന് കുറുകെ വിരൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നും പറയണ്ട. അവളുടെ ചുണ്ടിലൊന്ന് തഴുകി എന്നിട്ട് ആ വിരലെടുത്ത് അവൻ്റെ ചുണ്ടോട് ചേർത്തു. ഞാൻ തൽക്കാലത്തേക്ക് കുറച്ച് ഡീസൻ്റ് ആവാം എന്ന് കരുതി. ഇനി ഞാൻ തൊട്ടെന്ന് കരുതി നീ കയറ് പൊട്ടിക്കാൻ നിൽക്കണ്ട. എന്നാൽ ഞാൻ പോട്ടെ. നാളെ കാണാം. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ് എന്നും പറഞ്ഞ് മുറിവിട്ടിറങ്ങുന്നവനെ ശിവാനി അമ്മച്ചന്മാരെ നോക്കി. അവളുടെ ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞതും അവളുടെ ഫോണിലേക്ക് വന്ന ഫോൺ കോൾ അവളെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നു. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ മഹാദേവൻ സർ എന്ന പേര് കണ്ടതും ആ പുഞ്ചിരി പൊടുന്നനെ മാഞ്ഞു പോയിരുന്നു.
കോളെടുക്കുമ്പോൾ അവളുടെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഭീഷണിപ്പെടുത്താനായിരിക്കാം വിളിക്കുന്നത്. എൻ്റെ കൃഷ്ണ, ഞാൻ എന്താ ചെയ്യുക? ഒരു വശത്ത് സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നു, കൂടെ ഒരമ്മയുടെ കളങ്കമില്ലാത്ത സ്നേഹവും തന്നെ തളർത്തിക്കളയുന്നു. മറുവശത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഭീഷണിപ്പെടുത്തി തന്നെ അവനിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നു. രണ്ടും കൽപ്പിച്ച് ഫോൺ എടുത്തു. അയാൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും ശിവാനി തളർന്നുപോയി. എത്രയും പെട്ടെന്ന് തൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയില്ലെങ്കിൽ ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ നിൻ്റെ അച്ഛനെ കൊന്നു കളയുമെന്ന് ശിവാനിക്ക് എന്ത് ചെയ്യണം എന്നറിയാതെയായി. തൻ്റെ അച്ഛനെയും ശ്രാവണിനെയും കൊലക്ക് കൊടുത്തിട്ട് തനിക്കൊന്നും വേണ്ട. മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ വരാൻ പാടില്ല, വന്നാൽ അത് മായ്ക്കാൻ പാടാണ്. ശിവാനിയുടെ ജീവിതത്തിൽ ലക്ഷ്യം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ശിവാനി ഇത്രയും നാൾ എങ്ങനെയായിരുന്നുവോ ഇനിയും അതുപോലെ തന്നെ ആയിരിക്കും. അവളുടെ തീരുമാനം ഉറച്ചതായിരുന്നു. പലതും തീരുമാനിച്ച് ശിവാനി ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് രാവിലെ തന്നെ ലക്ഷ്യൻ്റെ കൂടെ ശിവാനി മടങ്ങി. യാത്രയിലുടനീളം ശിവാനി ഒന്നും മിണ്ടിയതേയില്ല. ഇന്നലെ രാത്രി കണ്ട ശിവാനി ആയിരുന്നില്ല തൻ്റെ കൂടെ ഇപ്പോഴുള്ളത് എന്നവന് മനസ്സിലായി. കാര്യം എന്താണെന്നറിയാൻ ലക്ഷ്യ വണ്ടി ഒരു ഭാഗത്ത് ഒതുക്കി നിർത്തി അവളോട് കാര്യം ചോദിച്ചു. ശിവാനി, എന്താ നിനക്ക് പറ്റിയത്? ഇന്നലെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അത് സാർ, എനിക്ക് നല്ല സുഖമില്ല, അതാ. കുഴപ്പമില്ല സാർ, വണ്ടി എടുത്തോളൂ. അവൾ അതും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കി. എന്താ അസുഖം? അത് പിന്നെ വയറുവേദനയാണ്. അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. പീരീഡ്സിൻ്റെ ആണോ? കാര്യം മനസ്സിലായ ലക്ഷ്യ ചോദിച്ചു. അവളൊന്ന് മൂളി. സംഭവം സത്യമാണെങ്കിലും ശരീരത്തിൻ്റെ വേദനയേക്കാൾ മനസ്സിൻ്റെ വേദനയാണ് അവൾക്ക് അസഹനീയമായി തോന്നിയത്. അവൾ മുഖം താഴ്ത്തി നിൽക്കുന്നത് കണ്ടതും അവൻ്റെ ഉള്ളിൽ ചെറിയ വിരിഞ്ഞു. സീറ്റ് ബെൽറ്റ് മാറ്റി അവളോട് ചേർന്നിരുന്നു. അവളുടെ വയറിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു, നല്ല വേദനയുണ്ടോ? അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ ഒരുതരം പിടച്ചിലൂടെ അവൻ്റെ കൈയെടുത്ത് മാറ്റാൻ നോക്കി. എന്താ സാർ ഇത്? വേണ്ട, മിണ്ടരുത്, അടങ്ങിയിരുന്നോളൂ എന്ന് പറഞ്ഞ് അവളിരിക്കുന്ന സീറ്റ് നിവർത്തി അവൾക്ക് കിടക്കാൻ പാകത്തിലാക്കി അവളുടെ ഡ്രസ്സിന് മുകളിലൂടെ വയറ് തടവിക്കൊടുത്തു. സാർ വേണ്ട, അത് കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും. നീ എന്തിനാ ശിവാനി ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ തന്നെയല്ലേ ഇത്തരം സിറ്റുവേഷനിൽ നിന്നെ സഹായിക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ മുന്നിൽ ഈ നാണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, കേട്ടല്ലോ. അവനിത്തിരി കടുപ്പിച്ച് പറഞ്ഞതും അവൾ പിന്നീടൊന്നും മിണ്ടിയില്ല. അവൻ്റെ ആ കരലാളനങ്ങൾ അവൾക്കൊരുപാട് ആശ്വാസം പകരുന്നുണ്ടായിരുന്നു. ഓരോന്ന് മനസ്സിലേക്ക് ഓടിയെത്തിയതും അവളുടെ കണ്ണ് അറിയാതെ നിറഞ്ഞു തൂവി. കവളിലൂടെ ഒലിച്ചിറങ്ങുന്ന മിഴിഞ്ഞ തുള്ളികളെ അവൻ വിരലുകളാൽ ഒപ്പിയെടുത്തു. അവളുടെ കണ്ണ് നിറഞ്ഞതിൻ്റെ കാര്യമറിയാതെ അവൻ ചോദിച്ചു, ശിവാനി, നല്ല വേദനയാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? വേണ്ട സാർ, അത് കുറഞ്ഞോളൂ. കണ്ണ് തുറക്കാതെ അവൾ പറഞ്ഞപ്പിച്ചു. ഞാനെന്താ ഇനി ചെയ്യേണ്ടത്? പറ ശിവാനി. ഈ ടൈമിൽ പാർട്ട്നേഴ്സിനോട് ഉമ്മ ചോദിക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഉമ്മ തരട്ടെ, അപ്പോൾ കുറേയൊന്ന് നോക്കാം. ആ വേദനയ്ക്കിടയിലും നിഷ്കളങ്കമായ അവൻ്റെ വാക്കുകൾ അവളിൽ ചിരിയുണർത്തി. ശരിക്കും അവൻ്റെ ആ സ്നേഹമാണ് അവളെ കൂടുതൽ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നത്. അവൻ്റെ വാടിയ മുഖം കണ്ടതും അവൾക്ക് കൂടുതൽ സങ്കടപ്പെടുത്താൻ തോന്നിയില്ല. അത് പിന്നെ സാറിപ്പോൾ എൻ്റെ അടുത്തുണ്ടല്ലോ. ഇതുപോലെ പാർട്ട്നേഴ്സ് അടുത്തില്ലാത്തവരാണ് ഈ ഉമ്മയൊക്കെ ചോദിക്കാറ്. എനിക്ക് കുഴപ്പമില്ല സാർ, വണ്ടി എടുക്കാൻ നോക്ക്. അത് കേട്ടതും ലക്ഷ്യൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു ചിരി വിരിഞ്ഞു. എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ ശിവാനി. അവളുടെ കാതോരം പതിയെ ചോദിച്ചതും അവൾക്ക് എന്ത് പറയണമെന്നറിയാതെയായി. അവൾ ഒന്നും മിണ്ടിയില്ല. ലക്ഷ് അവളുടെ വയറിൽ നിന്നും ചുരിദാറിൻ്റെ ടോപ്പ് അല്പം മാറ്റി അവിടെ ചുണ്ടമർത്തിയതും ശിവാനിയുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ കടന്നു പോകുന്നത് പോലെ തോന്നിപ്പോയി. അവൻ്റെ താടി രോമങ്ങൾ അവളുടെ വയറിൽ അമർന്നതും അതവളിൽ സുഖമുള്ള ഒരു നോവ് സമ്മാനിച്ചു. പിന്നെയും 2-3 തവണ അവൻ്റെ ചുണ്ടുകൾ അവളുടെ വയറിൽ അമർന്നു. കണ്ണിറുക്കി അടച്ചു സീറ്റിൽ മുറുക്കി പിടിച്ചിരിക്കുന്ന ശിവാനിയുടെ മുഖം അവനിൽ ചിരിയുണർത്തി. വല്ലാത്തൊരഴകൾ അവളുടെ വെളുത്ത ആല്ല വയറിലും പൊക്കിൽ ചുഴിയിലും അവൻ്റെ മിഴികൾ ഉടക്കിയെങ്കിലും എന്തെങ്കിലും വേലത്തരം പുറത്തെടുത്താൽ അവൾ താനെ കൂതറായിക്കളയും എന്നറിയാവുന്നതുകൊണ്ട് അവൻ പെട്ടെന്ന് ടോപ്പ് താഴ്ത്തി നേരെയിരുന്നു അവൻ വണ്ടി മുന്നോട്ടെടുത്തു. ശിവാനി അവൻ്റെ മുഖത്തെ സന്തോഷം ഒളിക്കണ്ണാലെ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് അവൾ മനസ്സിൽ വിചാരിക്കുവാണ്, എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിച്ച് വിഷമിപ്പിക്കണത്? എനിക്ക് എന്നത്തെയും പോലെ ഈ മുഖത്ത് നോക്കി ഒന്നും പറയാനും പറ്റുന്നില്ലല്ലോ ഈശ്വര. എനിക്ക് ഈ സ്നേഹം അനുഭവിക്കാൻ യോഗ്യമില്ലെന്ന് ഞാൻ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെന്തിനാ വീണ്ടും വീണ്ടും എന്നെ ധർമ്മസങ്കടത്തിലാക്കുന്നത്? ശിവാനി പിന്നെ വീടെത്തും വരെയും അവനെ ശ്രദ്ധിക്കാതെ കണ്ണടച്ചു കിടന്നു. ശിവാനി, ശിവാനി, എഴുന്നേൽക്കതേ, സ്ഥലമെത്തി. ലക്ഷ്യൻ്റെ സ്വരമാണ് അവളെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത്. നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി വിളിക്കാഞ്ഞതാണ്. ഇപ്പം എങ്ങനെയുണ്ട്, കുറവുണ്ടോ? ലക്ഷ്യൻ്റെ ചോദ്യം കേട്ട് കുറവുണ്ട് എന്ന പോലെ അവളൊന്ന് തലയനക്കി. പിന്നെ ഇവിടെ ആരോടും ഈ വയറുവേദനയുടെ കാര്യം പറയാൻ നിൽക്കണ്ട. ഈ തറവാട്ടിലെ ചില കീഴ്വഴക്കങ്ങളൊക്കെ ഉള്ളതാ. ഇതറിഞ്ഞാൽ ചിലപ്പോൾ മുത്തശ്ശിയാളെ മാറ്റിക്കിടത്തേക്കാം.
അയ്യോ അത് കുഴപ്പമില്ല സർ, ഞാൻ മാറിക്കിടന്നോളാം, ശിവാനി പറഞ്ഞു. എന്നാൽ എനിക്ക് കുഴപ്പമുണ്ടെങ്കിലോ? എനിക്ക് നീയില്ലാതെ ഉറക്കം വരില്ല. അവൻ്റെ പറച്ചിൽ കേട്ടതും ശിവാനി നോക്കി നിന്ന് പോയി. വണ്ടിയിൽ നിന്നിറങ്ങിയതും മുറ്റത്ത് നിർത്തിയിരിക്കുന്ന വണ്ടിക്കരികിലേക്ക് ലക്ഷ്യൻ്റെ നോട്ടം ചെന്നെത്തി. അതോടെ അവൻ്റെ മുഖം മാറുന്നത് ശിവാനി ശ്രദ്ധിച്ചിരുന്നു. പെട്ടെന്നാണ് പൂമുഖത്തുകൂടി അമ്മയോട് സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന മഹാദേവനെ ഇരുവരും കാണുന്നത്. തങ്ങളുടെ തൊട്ടരികിൽ കൂടി പോയിട്ടും മഹാദേവൻ മകനോടോ ലക്ഷ്യ അച്ഛനോടോ ഒരക്ഷരം മിണ്ടിയില്ല. പക്ഷെ ശിവാനിക്ക് നേരെ കടുപ്പിച്ചൊരു നോട്ടം നൽകാൻ അയാൾ മറന്നില്ല. അതോടെ ശിവാനിയുടെ കൈ അവനിൽ അമർന്നു. മഹാദേവൻ വണ്ടിയിൽ കയറിയതും ശിവാനി അവനോട് പറഞ്ഞു, സർ പോയി അച്ഛനോട് സംസാരിക്കൂ. എന്തിനാ ഇങ്ങനെ അന്യരെ പോലെ പെരുമാറുന്നത്? അത് അച്ഛനും കൂടി തോന്നണ്ടേ? സർ, അച്ഛൻ ഇങ്ങോട്ട് വന്ന് സംസാരിക്കാൻ കാത്തു നിൽക്കരുത്. എന്ത് വന്നാലും അത് സാറിൻ്റെ അച്ഛനാണ്. പോയി സംസാരിക്കൂ സർ. ലക്ഷ്യ കേട്ട ഭാവം നടിച്ചില്ല. അപ്പോഴേക്കും മഹാദേവൻ പോയിരുന്നു. സർ, അച്ഛൻ പോയി. എനിക്ക് കണ്ണ് കാണാം ശിവാനി. സർ, ഇത് വളരെ മോശമായിപ്പോയി. നിന്ന് കഥാപ്രസംഗം പറയാതെ അകത്ത് കയറി വരാൻ നോക്ക് ശിവാനി. ഞാൻ പറഞ്ഞതാണ് ഇക്കാര്യത്തിൽ എന്നെ കൂടുതൽ ഉപദേശിക്കരുതെന്ന്. അതും പറഞ്ഞ് ലക്ഷ് ദേഷ്യത്തോടെ അകത്ത് കയറിപ്പോയി. പൂമുഖത്ത് നിൽക്കുന്ന തൻ്റെ അമ്മയെ കണ്ടിട്ടും ലക്ഷ്യം ഒന്നും മിണ്ടാതെ പോയതും അവർക്ക് വിഷമായി. കുറച്ചു ദൂരം പിന്നിട്ട് അവൻ അതുപോലെ പിന്തിരിഞ്ഞു വന്ന് അമ്മയുടെ കവളിൽ ചുണ്ട് ചേർത്തുകൊണ്ട് പറഞ്ഞു, അമ്മയുടെ കെട്ടിയോനെ എന്തോ ഒരു സാധന. പറ്റുമെങ്കിലേ അങ്ങേരെ ഒന്ന് ഡിവോഴ്സ് ചെയ്യും. നമുക്ക് നല്ല മണി പോലത്തെ പയ്യന്മാരെ നോക്കാന്നേ. അത് കേട്ടതും അവർ കൃത്രിമ ദേഷ്യത്തോടെ മകനെ ഒന്ന് കൈയോങ്ങി. ദേ കണ്ണാ, നിനക്കിത്തിരി കൂടുന്നുണ്ട്. നിനക്ക് അച്ഛനോടൊന്നും മിണ്ടായിരുന്നു കണ്ണാ. ആദ്യം എൻ്റെ ഭാര്യ അംഗീകരിക്കട്ടെ, എന്നിട്ട് മിണ്ടണോ വേണ്ടയോ എന്ന് ആലോചിക്കാം. എടാ, നിനക്ക് അച്ഛൻ്റെ സ്വഭാവം അറിയാവുന്നതല്ലേ. നീ ഇങ്ങനെ കാണിക്കും തോറും അച്ഛൻ്റെ വാശി കൂടുകയുള്ളൂ. ആ അച്ഛൻ്റെ മകനാണ് ഞാൻ. ആ അച്ഛൻ്റെ രക്തം തന്നെയാണ് ഈ സിരകളിലും ഓടുന്നത്. എനിക്കുണ്ട് കുറച്ചൊക്കെ വാശി എന്ന് പറഞ്ഞ് അവൻ അകത്ത് കയറി.